ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈക്ക് ആൻഡ് മിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ്, കുറച്ച് നോട്ട്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, കോയിൻസ് ഉണ്ട്, കുറച്ച് നോട്ട്സും പാറുള്ള എൻ്റെ കയ്യിലൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കളക്ഷനിലുള്ള നോട്ട്സും കാര്യങ്ങളും അതേപോലെ തന്നെ എവിടുത്തെ കോയിൻസാണ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, എന്തായാലും ഇത് ഒരു വീഡിയോ തുടങ്ങല്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏത് മതി തുടങ്ങാം? തുടങ്ങാൻ അപ്പോൾ ഇത് നമുക്ക് വർഷത്തെ നോട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായ്ലാൻഡിൻ്റെ ഒരു നോട്ടാട്ടോ. 500 നോട്ടാണ്. അപ്പോൾ ഇതിലുള്ള ലാംഗ്വേജും കാര്യങ്ങളൊന്നും എനിക്ക് തന്നെ കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിത് തന്നത്, എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ തന്നൊരു നോട്ടാണിത്, ദുബായിൽ ഉണ്ടാകുന്ന ടൈമിൽ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞാണ് തായ്ലാൻഡിൻ്റെ നോട്ട്, അവൻ്റെ ഏതൊരു ഫ്രണ്ട്സിൻ്റെ വഴി കിട്ടിയതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ടൈമിലാണ് ഈ കളക്ഷൻ തുടങ്ങിയത്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ നോട്ട്, തായ്ലാൻഡിൻ്റെ 500. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഒന്നാം സോ ഗൈസ്, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാ ഇത് കുവൈറ്റിൻ്റെ ദിനാറാണ്. അപ്പോൾ അധികം ഇതൊന്നും പറയേണ്ടി തോന്നുന്നില്ല, അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുവൈറ്റിൻ്റെ ദിനാറാണ്. സോ എനിക്ക് തന്നത് എൻ്റെ മാമനാണ് തോന്നുന്നു കേട്ടോ. മാമൻ വന്ന ടൈമിൽ തന്നതാണ് ഈ ദിനാറ്. പിന്നെ അതേപോലെ 2-3 നോട്ടും പാടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇതല്ലാതെ 2-3 നോട്ടും പാടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുത്തേക്ക് കാണാം. അപ്പോൾ ഗൈസ്, അടുത്തായിട്ടുള്ളത് ഇതാ ഖത്തറിൻ്റെ 1 റിയാൽ. ഇതും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ മാമൻ തന്നതിൻ്റെ കളക്ഷനിലുള്ള ഇതും കുവൈറ്റിൻ്റെ ഈ 1 ദിനാറും അതേപോലെ തന്നെ ഖത്തറിൻ്റെ 1 റിയാലും തന്നത് മാമനാണ്. അപ്പോൾ ഇതാണ് ഖത്തറിൻ്റെ 1 റിയാൽ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒമാൻ്റെ 100 പൈസ. ഒമാൻ്റെ 100 പൈസയാണ്. ഇതെനിക്ക് എൻ്റെ മൂത്താപ്പയാണ് തന്നത്. അപ്പോൾ ഓരോരുത്തർ തന്ന എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ട്. ഞാനിങ്ങനെ ഓരോ തന്നതായിട്ടുള്ള ഓർമ്മയിലാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. എൻ്റെ ഒരു മൂത്താപ്പയാണ് തന്നത് 100 പൈസ. ഇത് ഞാൻ ദുബായിലാവുന്ന ടൈമിൽ തന്നെ തന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇറാൻ്റെ 2 നോട്ടാണ്. 25,000 2 നോട്ട്, ഒരു 5,000 20,000. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഗൈസ്, ഇത് ഇറാൻ്റെ നോട്ടാണ് കേട്ടോ. ഇറാൻ്റെ ഒരാളുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതിന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു റിയാൽസ് തന്നെ കേട്ടോ. അവിടെയും പറയാം 5,000 റിയാൽസ് ഉണ്ട്, 20,000 റിയാൽസ് ഉണ്ട്. പിന്നെ ഈ ഇറാനത്തെ റിയാലൊന്നും എനിക്ക് തോന്നുന്നു അധികം വാല്യൂ ഇല്ല. എൻ്റെ കസിനാണ് എനിക്കിത് തന്നത്, ഇത് ദുബായിൽ തന്നെ തന്നത്. അപ്പോൾ അവൻ തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിയാൽസ് ഒന്നും ഈ ഇറാനത്തെ ഒന്നും അധികം വാല്യൂ ഇല്ല. ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റുകയാണെങ്കിൽ അധികം ക്യാഷും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ ഇത് തന്നെ അവിടെ ആണെങ്കിൽ തന്നെ ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് തികയുന്നതാണ് അവൻ പറഞ്ഞത്. എനിക്ക് സത്യാവസ്ഥ അറിയില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കാം. സോ ഗൈസ്, അടുത്തതാ കാണുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റാൻഡേർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക $2 ഉണ്ട് കേട്ടോ കയ്യിൽ. ഈ $2 ഓരോ ഡോളറിനും ഓരോ സ്റ്റോറിയാണ്. $1 എനിക്ക് എൻ്റെ മൂത്താപ്പ തന്നാണ്. പിന്നെ $1 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മൂത്താപ്പാക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ പോയി നിൽക്കാറുണ്ട്. ഞാനൊരു ചൈനക്കാരനായിട്ടും തോന്നുന്നത്, അയാൾക്ക് ഞാനൊരു ക്യാപ്പ് സെയിൽ ചെയ്തു. അപ്പോൾ ആ ക്യാപ്പ് സെയിൽ ചെയ്തപ്പോൾ അയാൾ തന്നാണ് $1. സോ ഗൈസ്, അടുത്തത് 3 നോട്ട് ഉണ്ട് കേട്ടോ. 3 നോട്ടിൽ 3 ആൾക്കാർ എനിക്ക് തന്നാണ്. അതിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ട് എവിടുത്തെ വെച്ചാൽ ശ്രീലങ്കത്തെ നോട്ടാണ്. അപ്പോൾ ശ്രീലങ്കത്തെ ഒരു 50 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 10 ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കളക്ഷനിലുള്ള ശ്രീലങ്കൻ്റെ നോട്ടാണിത്. അപ്പോൾ നമുക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഗൈസ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ നോട്ടാണ്. പാകിസ്ഥാൻ്റെ 2 നോട്ടുണ്ട്. ഒന്ന് 10ൻ്റെ വരുന്നുണ്ട്, ഒന്ന് 15 വരുന്നുണ്ട്. അതിൽ ഈ 10ൻ്റെ എനിക്ക് ദുബായിലുള്ള ഒരു പാകിസ്ഥാൻ ഫാമിലിയിൽ പെട്ടൊരു ആൻറ്റി തന്നാണ്. മേലത്തെ 10ൻ്റെ അടിയത്തെ 15ൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് നാട്ടിലുള്ള. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ശ്രീലങ്കൻ്റെ ഈ ഒരു പാകിസ്ഥാൻ്റെയും പാടാണ് അവൻ തന്നത്. പാകിസ്ഥാൻ്റെ 2 നോട്ടാണിത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്തത് നമ്മളെ കയ്യിലുള്ളത് ഇതാ ഈജിപ്തിൻ്റെയാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഞാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പിരമിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ഈജിപ്തിൻ്റെയാണ്. ഒരു 25ൻ്റെ ഉണ്ട്, പിന്നെ ഒരു 1ൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മളെ കളക്ഷനിലുള്ള ഈജിപ്തിൻ്റെ പൈസയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സോ ഗൈസ്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ
അപ്പൊ മിഥുവിന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നൊക്കെ കൊടുത്തു. മിഥുവിന്റെ കയ്യിൽ ഞാനിങ്ങനെ സെയിം കൺട്രീസ് രണ്ട് നോട്ട്സ് ആയിരുന്നൊക്കെ ഞാൻ മിഥുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായത്. കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇതാ ലാസ്റ്റ് അല്ലേ. അപ്പൊ ഗൈസ് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ചൈനന്റെ ഇതിന്റെ കറക്റ്റ് ഇതിന്റെ ബാക്കിൽ വായിച്ചിട്ട് പോലും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഈ നോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്ക് ഈ എന്റെ കയ്യിലുള്ള കളക്ഷനിൽ വെച്ച് തീരെ ഒരു ഐഡിയ കിട്ടാത്തൊരു നോട്ടാണിത്. ചൈനയാണ് തോന്നുന്നത് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ചൈനന്റെ ആണെങ്കിലും ഒരു 1 rupees പോലത്തെ ഒരു നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇന്തോനേഷ്യൻ്റെ ഒരു 1000 റുപ്യ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊറിയൻ്റെ ഒരു 1000. ഈ 1000 ഇന്തോനേഷ്യൻ്റെയും കൊറിയൻ്റെ എൻ്റെ ഒരു കസിനാണ് തന്നിട്ടുള്ളത്. രണ്ടും സെയിം ഒരു കസിൻ തന്നെ തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ചൈനൻ്റെ എൻ്റെ മൂത്താഫാണ് തന്നിട്ടുള്ളത് തോന്നുന്നു. പക്ഷേ ഇത് ചൈനയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ലത്. എനിക്ക് തോന്നുന്നത് ചൈന ആയിട്ടാണ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ നോട്ടിൻ്റെ കളക്ഷൻസ്. 13ഓളം കൺട്രീസിൻ്റെ നോട്ട്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കോയിൻസും പാടുണ്ട്. അപ്പോൾ ആ കോയിൻസിൻ്റെയും പാടെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തന്നിട്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ കോയിൻസിൻ്റെ കാര്യം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ കളക്ഷൻ. അപ്പോൾ ഇതിൽ എനിക്കറിയാത്ത കുറേ ഉണ്ട്, ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു മണി കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇൻഷാ നാളെ മുതലൊന്നും ഇതുവരെയായിട്ട് ഓരോ ചലഞ്ചിങ് വീഡിയോസ് അങ്ങനത്തെ ഐറ്റംസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മളെന്നുണ്ടാവും. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എനിക്കറിയാത്ത കുറേ നാട്ടിലത്തെ ഓരോ കൺട്രീസിൻ്റെ കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് മീൻ ചൂസ് സൈനിങ് ഓഫ്.